ഒരറിയിപ്പുണ്ടാകുന്നത് വരെ കുട്ടിയായിട്ട് അഭിനയിക്കാനാണ് ജിയോ ഹോട്ട്സ്റ്റാറിലെ പ്രേക്ഷകർ അനീഷിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അറിയിപ്പ് കിട്ടിത്തുടങ്ങിയപ്പം മുതൽ അനീഷ് കുട്ടിയായി മാറി. അനുമോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചക്കടുവാവേ എന്തെടുക്കുകയാണിവിടെ? ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അനീഷ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ആൻറ്റി അല്ല കുട്ടാ, ചേച്ചി ചേച്ചി, ചക്കടുവാവേ ചേച്ചി എന്ന് വിളിക്കൂ. വീണ്ടും അനീഷ് ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആൻറ്റി അല്ല കുട്ടാ, ചേച്ചി എന്ന് വിളിക്കൂ, ചേച്ചിയാണ് ചേച്ചി. അനീഷിൻ്റെ ഡാൻസ് ടീച്ചറായിട്ട് വരുന്നത് ജിസേലാണ്. ജിസേൽ പഠിപ്പിച്ചു കൊടുത്ത സ്റ്റെപ്പുകൾ ഇത്രയും അനീഷ് അനുകരിച്ച് കാണിക്കുന്നുണ്ട്. ടീച്ചർ പറയുന്നത് പോലെ തന്നെ കാണിക്കണം കേട്ടോ, ഡാൻസ് എല്ലാം അതുപോലെ തന്നെ കളിക്കണമെന്ന് പറയുന്നുണ്ട് ജിഷിനാണ് പപ്പ. അത് കഴിഞ്ഞിട്ട് മമ്മിയായിട്ട് സൂസി മമ്മി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെവിനാണ് വരുന്നത്. അഭിലാഷിനെ നോക്കിയിട്ട് അനീഷ് പറയുന്നുണ്ട്, ബായ് അങ്കിൾ, നിൻ്റെ സൂസി മമ്മി എവിടെ, നിൻ്റെ സൂസി മമ്മി എവിടെയെന്ന് ചോദിച്ചിട്ട് ജിഷിൻ അനീഷിനെ വിളിച്ചുകൊണ്ട് ലിവിങ് റൂമിലേക്ക് വരികയാണ്. അനീഷിനോട് പറയണം, നിൻ്റെ സൂസി മമ്മിയെ നീ സൂക്ഷിച്ചു കേട്ടോ, നിൻ്റെ സൂസി മമ്മി എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. സൂസി മമ്മി, ഞാൻ എൻ്റെ മോനെയും കൂട്ടി വീട്ടിലേക്ക് താമസം മാറാൻ പോകും, അവിടെ ഒരു ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ട്, ഒരു നീളമുള്ള ഡാൻസ് ടീച്ചർ എന്ന് ജിഷിൻ പറയുന്നുണ്ട് നിവിനോട്. ഡാൻസ് ടീച്ചർ അല്ല, ഒരു മ്യൂസിക് സാറുണ്ട്, അത് അക്ബറാണ്. അക്ബറിനെ വിളിച്ചിട്ട് കാണിക്കുന്നുണ്ട്. 1 മില്ലിമീറ്റർ അകലത്തിൽ മാത്രം നിന്ന് നമ്മുടെ മോളെ പഠിപ്പിക്കുന്ന ഒരു സാറാണെന്ന് പറഞ്ഞ് നിവിൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അക്ബറാണ് മ്യൂസിക് ടീച്ചറായിട്ട് വരുന്നത്. ജിഷിൻ പറയുന്നുണ്ട്, മ്യൂസിക് ടീച്ചർ അല്ല, നമ്മുടെ ഒരു ഡാൻസ് ടീച്ചറുണ്ട്, നല്ല ഹൈറ്റുള്ള കുറ്റി കുറ്റി എന്നൊക്കെ പറയുന്ന ഒരു മലയാളം നല്ലപോലെ അറിയാത്ത ഒരു ഡാൻസ് ടീച്ചറുണ്ട്. നിവിൻ പറയുന്നുണ്ട് അനീഷിനോട്, മോള് പപ്പായ ഒന്ന് സൂക്ഷിച്ചേക്കണേ, ശ്രദ്ധിച്ചേക്കണേ പപ്പായെ. അന്നേരം ഉടനെ അനീഷ് പറയാം, മോളല്ല മോനാണ്, മോൻ മതി. അപ്പം നെവിൻ പറയാണ്, അല്ല മോള് മതി. ജിഷിന് പറയുന്നത്, എനിക്ക് മോനാണ് ഇഷ്ടം. അനീഷും ജിഷിനും മോനാണെന്ന് പറയുന്നു. അപ്പം നിവിൻ പറഞ്ഞു, അല്ല എനിക്ക് മോളാണ് ഇഷ്ടം. നീ പൊടി, എൻ്റെ മോനെ എങ്ങനെ വളർത്തണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് ജിഷിൻ പറയുന്നുണ്ട്. എൻ്റെ മോനെ എങ്ങനെ വളർത്തണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് നെവിൻ പറയുന്നുണ്ട്. അങ്ങനെ അന്നേരം അനീഷ് താങ്ക് യു എന്ന് പറയാം, താങ്ക് യു മമ്മി. അനീഷ് ഞഞ്ഞ പറയുന്നുണ്ട്. നല്ല രസമാണ് ലൈവ് കാണാൻ. ഇന്നത്തെ ടാസ്കിൽ അനീഷ് പൊളിക്കും, അത് ഉറപ്പാണ്. നല്ല രസമാണ്, തുടക്കം മുതലേ നല്ല രസമാണ്. എല്ലാവരും നന്നായി